ടു അനീഷാസ് വ്ലോഗ്. ഇന്നത്തെ എൻ്റെ ബ്ലോഗിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ നമ്മൾ പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്യും. നാട്ടിലെ മെയിനായിട്ട് എനിക്കത് മിസ് ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ പാർട്ടാണ്. ഞാൻ ഒത്തിരി ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പം ചില സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിക്കും. ഇവിടെ എല്ലാ സാധനം മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മളെ നാട്ടിൽ നിന്ന് ഫ്രഷായിട്ട് കഴിക്കുന്ന ആ സാധനങ്ങൾ, എസ്പെഷ്യലി മാങ്ങ, ചക്ക, പേരയ്ക്ക, അതുപോലെ ചാമ്പയ്ക്ക, ഇതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കങ്ങ് കൊതി കയറും വായിൽ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ജീവിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് സാലറി വേണം, ജീവിതം മുന്നോട്ട് പോകണം, നല്ലതായിട്ട് ജീവിക്കണം. സോ എസ്പെഷ്യലി നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ലൈഫ്. എന്നിരുന്നാലും നമ്മുടെ ഈ നാട് നമുക്ക് മിസ് ചെയ്യുമ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ബ്ലോഗിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുക. ഇതൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ബ്ലോഗിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ നാട്ടിലോട്ട് വലിയ കാര്യത്തെ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ നാട്ടിലെ കഴിക്കാൻ വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ മരത്തിനകത്തിൽ ഇഷ്ടം പോലെ ഇല കാണും, കായൊന്നും കാണത്തില്ല. കാരണം ഈ സീസണൽ ടൈമിൽ മാത്രമാണ് മിക്ക മരങ്ങളും കായ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു വീട് വെച്ചായിരുന്നു. അപ്പോൾ വീടിന് ചുറ്റും കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിനകത്ത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ കായ്ച്ച് നിൽക്കുന്നത് കാണുന്നതും കഴിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. സോ അതിന് ഇപ്പം ഞാൻ അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ കാരണം ഇപ്പോൾ എല്ലാ തൈകളും നമുക്ക് അവൈലബിൾ ആണല്ലോ. കാരണം എപ്പോഴും നല്ല ഫ്രൂട്ട്സ്, നല്ല കായ്ഫലം തരുന്ന തൈകൾ കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് തൈകൾ മേടിച്ച് വെച്ച് നമ്മുടെ വീടിൻ്റെ പറമ്പിൽ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഈ കാണുന്ന തൈകളൊക്കെ ഞങ്ങളന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മുടെ പറമ്പിൽ വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. സോ അങ്ങനെ പറമ്പിൽ നമ്മൾ കുഴിയൊക്കെ എടുത്ത് അണ്ണ വെച്ചാകട്ടോ ചെയ്യുന്നത്. കുഴിയൊക്കെ എടുത്ത് എല്ലാ തൈകളും അതിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വെച്ച് നമ്മളത് കുഴിച്ചു വെക്കാൻ പോകാം. ഇപ്പോൾ തലേദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത്, മഴയുള്ള സമയത്ത് കുഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ. വെള്ളമോട്ടുള്ള സ്ഥലമായ കാരണം നമ്മൾ കയറി വെള്ളമൊന്നും ഒഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറേ തൈകൾ ഞങ്ങൾ മേടിച്ചായിരുന്നു. ഇതൊരു ലെവലൊരിക്കയുടെ തൈയാണ് ഈ കാണുന്നത്. അതുപോലെ മാവിൻ്റെ തൈ ഞങ്ങൾ മേടിച്ചു വെച്ചു. അങ്ങനെ കുറേ തൈകൾ മേടിച്ചു വെച്ചു. ഇത് വെള്ളം ഒഴിക്കാൻ പാടായ കാരണം ഈ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ ആ ഒരു സീസണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മഴയൊക്കെ വീണ് വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തന്നെ അങ്ങ് വളർന്നോളും. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സോ അതൊക്കെ പ്ലാവിൻ്റെ തൈ, അങ്ങനെ ഓൾമോസ്റ്റ് എനിക്ക് കഴിക്കണം വിചാരിക്കുന്ന എല്ലാ പഴങ്ങളുടെയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഏത്തവാഴയുടെ തൈയും തെങ്ങിൻ്റെ തൈയും ഒക്കെ ഞങ്ങൾ വെച്ചു. മാവിൻ്റെ തൈകൾ, ഈ കാണുന്ന തൈകളെല്ലാം ഓരോ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് അന്ന് ആ സമയത്ത് വെച്ചത്. ഇത് സപ്പോർട്ടയാണ്. ഇത് കൊണ്ടുവന്നപ്പോഴേ കായോടാണ് കൊണ്ടുവന്നത്. കിളുത്ത് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു വെക്കേഷന് ഞാൻ കഴിഞ്ഞിട്ട് ഈ മേരി എന്നൊരു ആൻറ്റി, പുള്ളിക്കാരി വന്നിട്ട് എനിക്ക് കുറച്ച് ചക്ക ഉണക്കിയത് കൊണ്ട് തന്നു. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ പുള്ളിക്കാരോട് ചോദിച്ചു. ഞാനത് ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അങ്ങനെ എന്നിട്ട് ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ നാട്ടിൽ ചക്ക വേവിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ്, കപ്പയൊക്കെ നമ്മൾ ഉണക്കി കഴിക്കത്തില്ലേ, അതേ സെയിം ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും നാളായിട്ട് നമ്മളതിനെക്കുറിച്ചൊരു ചിന്തിച്ചില്ലല്ലോ. അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ വെക്കേഷന് പോകുന്നതിന് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് 2 ചക്കയാണെങ്കിൽ, വീട്ടിൽ ചക്കയുണ്ട്, അപ്പം 2 ചക്ക എനിക്ക് ഉണക്കി എനിക്ക് വെച്ചേക്കണേ.
അങ്ങനെ മമ്മി എനിക്ക് 2 ചക്കയൊക്കെ ഉണക്കി വെച്ച് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിക്കാൻ പോവാം. അപ്പോൾ ഈ ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഉണക്കച്ചക്ക ഇച്ചിരി ചൂട് വെള്ളത്തിനകത്ത് ഒഴിച്ചൊന്ന് കഴുകിയിട്ട് വീണ്ടും ഒരു ചൂടുവെള്ളം ഒഴിച്ച് ഇച്ചിരി നേരം കുതിർത്ത് വെക്കണം. കണ്ടോ, വെള്ളത്തിനകത്ത് കിടന്ന് ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു ഹാഫ് ആൻ അവർ. വീണ്ടും പെട്ടെന്നൊരു ചെറിയ അരപ്പ് തേങ്ങയും ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും അതുപോലെ ഒരു പച്ചമുളകും കൂടി ഇട്ട് ആ തിളച്ച് വരുന്ന ചക്കയിലേക്ക് ഇട്ട് അത് വേകുമ്പോൾ കുഴച്ചെടുത്ത്, ചക്ക കുഴച്ചതും അതുപോലെ മീൻകറിയും സൂപ്പർ കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ ഒറിജിനൽ ചക്ക വേവിച്ച് കഴിക്കത്തില്ല, അതേ സെയിം ടേസ്റ്റാണ് ഈ ഉണക്കച്ചക്ക വേവിച്ച് കഴിക്കുമ്പോൾ. പിന്നെ ഞാൻ കുറച്ച് നാട്ടിൽ നിന്നൊക്കെ ഞാൻ ഉപ്പിലിട്ട് വെച്ചേക്കും. നല്ല പുളിയല്ലേ, ഇടയ്ക്കെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്യണം. നാട്ടിൽ നിന്ന് ചക്ക ഉണക്കി കൊണ്ട് കിട്ടുന്ന വേവിച്ച് കഴിക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഞാൻ ഒരു വെക്കേഷന് ചക്ക കൊണ്ടുവന്നായിരുന്നു. ആ ചക്ക കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നല്ല വിളഞ്ഞ ചക്കപ്പഴമായിരുന്നു കൊണ്ടുവന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഴുക്കുകയും ചെയ്തു. റൂമിലൊക്കെ നല്ല സ്മെല്ലായി. എന്ത് രസമല്ലേ കാണാൻ തന്നെ. നല്ല ഗോൾഡ് കളറിലുള്ള ചക്കപ്പഴം, കാണാനും നല്ലത്, കഴിക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു ആവശ്യത്തിന്. ബാക്കി ഉണ്ടായിരുന്ന ചക്കപ്പഴം എടുത്ത് എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ കുമ്പിളപ്പം ഉണ്ടാക്കി. കുമ്പളത്തിൻ്റെ ഇല, അതായത് നമ്മുടെ വഷണയുടെ ഇല നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിന് കുമ്പിളപ്പം ഉണ്ടാക്കി. നാട്ടിലുണ്ടായതാണ് ചീമച്ചേമ്പ്. അത് പുഴുങ്ങി, എന്നാ ടേസ്റ്റാണെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അത് നല്ല തൈര് ചമ്മന്തിയുടെ കൂടെ കഴിച്ചാലുണ്ടല്ലോ എന്നാ രസമാണെന്നറിയാം. നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനൊന്നും ഈ ടേസ്റ്റൊന്നും കിട്ടത്തില്ല. പിന്നെ വർഷത്തിലൊരിക്കലല്ലേ നമുക്ക് ലീവ് കിട്ടത്തുള്ളൂ. ഒന്ന് പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്കിതൊക്കെ ഓർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊതി വന്നില്ലേലേ അതിശയമുള്ളൂ. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഒറിജിനലായിട്ട് കൊണ്ടുവരുന്ന സാധനത്തിന് നമ്മൾ കടയിൽ പോയി മേടിച്ചാൽ ആ ടേസ്റ്റ് കിട്ടാൻ പാടാണ്. ഈ വെക്കേഷന് നാട്ടിൽ പോയപ്പം, അതായത് ഫെബ്രുവരി ആ ടൈമിലാണ് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയ കാരണം ഞാനിങ്ങനെ അയ്യത്തോടെ നോക്കിയപ്പോൾ നമ്മുടെ പ്ലാവൊക്കെ ഇച്ചിരി വലുതായി. ചെറിയ ചെടികളൊക്കെ വലുതായിട്ടുണ്ട്. അന്ന് നട്ട് വെച്ച സാധനങ്ങളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ മുരടിച്ച് നിൽപ്പുണ്ട്. ചക്ക കായ്ച്ച് കിടക്കുന്നു. നമ്മൾ ലൈഫിൽ ഒരു കാര്യം ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് അതിൻ്റെ ഫലം വരുമ്പോൾ ഉണ്ടല്ലോ, അത് നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുമ്പോൾ ഉണ്ടല്ലോ, അതൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം, ഒരു പ്രത്യേക ഫീലിംഗ്. സോ ഞാൻ ആ ചക്ക കായ്ച്ച് കിടക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അയ്യൊക്കെ എപ്പോഴും കാട് പിടിച്ച് കിടക്കും. എപ്പോൾ തെളിപ്പിച്ചാലും പെട്ടെന്ന് കാട് കയറും. നല്ല രസമല്ലേ ഇളം വേലത്തൊക്കെ ഇങ്ങനെ അയ്യത്തൊക്കെ വന്ന് നിൽക്കാൻ, എന്ത് രസമാണ്. സോ ഇതിൽ നിന്ന് ഒരു ചക്ക ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ നല്ലത് വിതച്ചാൽ നമുക്ക് നല്ലത് ഫലം കൊയ്യുമെന്ന്. സോ നമ്മൾ നല്ല കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് കുഴിച്ച് വെച്ചതാണ് ഗൈസ്. ഇവിടുത്തെ കായ ഉണ്ടായിട്ടെ കാണിക്കാമേ. വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ആറ്റ്ലിനെ എന്താ മോള് കഴിച്ചെന്നേ? എന്റെ മോന് കഴിച്ചെന്നേ?
പ്ലം ആണോ കഴിച്ചെന്നേ? അമ്മയ്ക്ക് തരുമോ? ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചക്കപ്പഴം. നല്ല കളറും നല്ല മധുരവും ഉണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചക്ക വേവിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നാട്ടിൽ നിന്ന് ഈ പ്രാവശ്യം കൊണ്ടുവന്ന മമ്മി ഉണക്കി വെച്ച ഉണങ്ങിയ ചക്കയാണ് ഉണ്ടാക്കിയത്. ഈ ഉണങ്ങിയ ചക്ക വേവിച്ചതും ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചക്ക വേവിച്ചത് മീൻകറി സൂപ്പർ കോമ്പിനേഷൻ. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരം. ഇവിടെയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയതിരിക്കുന്നു. അച്ഛൻ ചപ്പാത്തി കഴിച്ചിട്ട് പോയി. അപ്പോൾ ഞാനെന്തായാലും ഇന്ന് ചപ്പാത്തി കഴിക്കുന്നില്ല. അപ്പം ഇച്ചിരി ചക്കയും മീൻകറിയും ഇന്നലെ വെച്ച പയറുതോരനുണ്ട്. അത് മൂന്നും കൂടെ എടുത്ത് കഴിക്കാൻ പോകും. ആ പയറുതോരനും ചക്ക വേവിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം വീട്ടിലെ ചക്കയായ കാരണം നല്ല വിളഞ്ഞ ചക്ക നോക്കി മമ്മി ഉണക്കി കൊത്താന്ന് വിട്ടതാണ്. മീൻകറി സൂപ്പർ. ഇത് മൂന്നും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നാട്ടിൽ പോയൊരു ഫീലുണ്ട്. നമ്മൾ നാട് വിട്ട് എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലെപ്പോഴും നാടിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. എൻ്റെ ഇനിയുള്ള വീഡിയോ ഇഷ്ടമായാൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ അല്ലേ? സോ മൈൻഡിന് പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ആരെയും ദ്രോഹിക്കാതെ. സോ ബൈ ബൈ.